ഹായ് ഗായ്സ്, ഐ ആം സാൻജോ ആൻഡ് എക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസായിട്ടാണ് കണ്ടത്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് അയ്യത്തനാണ്. അതേപോലെ തന്നെ റിട്ടേൺ ബൈ ബാഹുൽ രമേഷ്. രഞ്ജിത്ത് അയ്യത്തൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പടങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപത്തെ സിനിമകളാണ് കിഷ്കിന്ധാകാന്ഡം, അതുപോലെ തന്നെ കഷി അമ്മിണിപ്പിള്ള. കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ട് ആ ഒരു സിനിമ നമുക്കറിയാം. അതിനേക്കാളൊക്കെ അപ്പുറം ഇതൊരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്ന ഈ ഒരു വേർഡിനോട് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. കാരണം ഇത് OTT വാച്ച് കാണേണ്ടി വരുന്നത് എനിക്കൊരു വിഷമം തന്നെയായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡിനെ ഈ സിനിമ അത് ഡിഫൈൻ ചെയ്യും. കാരണം അതായത് മലയാളം സിനിമയിൽ സിനിമാറ്റിക് ലെവൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ ഒരു എന്താ പറയുക മൈൽ സ്റ്റോൺ ആയിട്ട് വരാൻ ചാൻസ്. ഇത് നാഴികക്കല്ല് തന്നെയാണ് സിനിമ. കാരണം ഇതുപോലൊരു പടം ശരിക്കും പറഞ്ഞാൽ ഇത് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ എനിക്ക് തോന്നുന്നത് അത് 50 കോടി മറ്റും കളക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് വല്ലാത്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതായത് വാട്ട് എവർ ഇറ്റ് ഇസ്, ബിഗ് സ്ക്രീൻ ആയാലും മിനി സ്ക്രീൻ ആയാലും ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനത്തിൽ വലിയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് തരുന്നുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ടുള്ള ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് സന്ദീപ് പ്രദീപ് എന്ന ആ ഒരു ആക്ടർ തന്നെയാണ്. പുള്ളിയുടെ മുൻപത്തെ ഫിലിംസ് ആയിട്ടുള്ള ഫാലിമി, അതേപോലെ തന്നെ രണ്ടാമത്തേതായിട്ടുള്ള പടക്കളം, അതുപോലുള്ള പടക്കളത്തിൽ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് പുള്ളി. പക്ഷേ ആ ഫാലിമിയിലെയോ പടക്കളത്തിലെയോ ഒന്നും അല്ല, വേറൊരു തരത്തിലുള്ള ഒരു വല്ലാത്തൊരു മാറ്റം, വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു ക്യാരക്ടറാണ്. കാരണം വെച്ചാൽ വലിയൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇതൊരു ലോക്കൽ ഒരു പയ്യനായിട്ടാണ് ഈ സിനിമയിൽ പുള്ളി അഭിനയിച്ചിട്ടുള്ളത്. വളരെ ഗംഭീരമായിട്ട് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് എക്സ്പ്രഷൻസ് പോലും വളരെ ഗംഭീരമായിട്ട് പുള്ളി അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് വളരെ ഗംഭീരമായി മൈന്യൂട്ട് ലെവൽ എക്സ്പ്രഷൻസ് പോലും പുള്ളി ഗംഭീരമായി ചെയ്തു വെച്ചിരിക്കുന്നു. ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ വരും കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും പുള്ളിയുടെ ഈ ഒരു ക്യാരക്ടർ. കാരണം മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്ടർ എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം നോക്കുകയാണെങ്കിൽ വലിയൊരു അസറ്റ് തന്നെയായിരിക്കും. പുള്ളിയൊരു വലിയൊരു അസറ്റ് തന്നെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് സംബന്ധിച്ചിടത്തോളം. ഇപ്പം മറ്റ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഏത് ക്യാരക്ടേഴ്സ് ആയാലും വളരെ ഗംഭീരമായി തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതായിട്ട് പറയാനുള്ളത് വിനീത്, അതേപോലെ തന്നെ നരേൻ്റെ ക്യാരക്ടറുണ്ട്, അതേപോലെ തന്നെ അശോകൻ, അതേപോലെ തന്നെ ബിനു പപ്പു. ഇവിടെ അശോകൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ, അതായത് ബിനു പപ്പു ആണ് അതിനകത്ത് വളരെ ഗംഭീരമായിട്ട് വേറെ തരത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നരേൻ്റെ ക്യാരക്ടർ സൂപ്പറാണ്. അതുപോലെ വിനീത് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസാണ് ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്താ പറയുക, വളരെ ഗംഭീരമായിട്ട്. ഇപ്പോൾ സർവമായ പോലുള്ള സിനിമകളിലൊക്കെ പുള്ളി അടുത്തുള്ള ഇറങ്ങിയിട്ടുള്ള സർവമായ നല്ലൊരു പ്രകടനം കാഴ്ച. പക്ഷേ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഇത് വേറൊരു തരത്തിലുള്ളൊരു ക്യാരക്ടർ വളരെ ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സൗണ്ട്, രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള സൗണ്ട്. അതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പോസിറ്റീവ് ഫാക്ടർ, അതായത് മെയിൻ പോസിറ്റീവ് കഴിഞ്ഞാൽ സെക്കൻഡ് പോസിറ്റീവായിട്ട് പറയാൻ കഴിയുന്നത് സൗണ്ടാണ്. ആ സൗണ്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, മിക്സ് ചെയ്തിരിക്കുന്ന വേ ജസ്റ്റ് ഓസം. കാരണം ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് സൗണ്ട്സ് പോലും വളരെ ഏറ്റവും ലോ ഗ്രേഡിലുള്ള സൗണ്ട്സ് പോലും നേച്ചർ ലെവലിലുള്ളൊരു സിനിമയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഹില്ലി ഏരിയയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ഹില്ലി ഏരിയ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഈ ഒരു നേച്ചർ അറ്റ്മോസ്ഫിയർ അത്തരത്തിലുള്ള ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് സൗണ്ട്സ് പോലും വളരെ ഗംഭീരമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അത്തരത്തിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആണ് ആ ഒരു സൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്ട്രസ്, ഐ തിങ്ക് പേര് ബൈന മൊമിൻ എന്നാണ് ആ ആക്ട്രസിൻ്റെ പേര്. അവരൊരു ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ആക്ട്രസ് നന്നായി തന്നെ. അപ്പോൾ ആ ആക്ട്രസ് ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ ആ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ട് ഒരു ക്ലൈമാക്സ് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് ജസ്റ്റ് വേറെ ലെവൽ ക്ലൈമാക്സാണ്. കാരണം
അതിപ്പോൾ കുരിയച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ നന്നായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ അത് പീക്ക് ലെവൽ എക്സ്ട്രീം ക്ലൈമാക്സ് എന്ന് തന്നെ പറയാം. കാരണം ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഓരോ അവസാനിക്കുന്ന ആ ഒരു ഡയലോഗിൽ പോലും ഈ ഒരു സിനിമ എന്താണെന്ന് നമുക്കൊരു റെട്രോസ്പെക്ഷൻ പോലെ, അതായത് കൃത്യമായൊരു തിരനോട്ടം പോലെ നമുക്കിത് കിട്ടും. വാട്ട് ഇസ് ദിസ് മൂവി, അത് നമുക്ക് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, അതായത് എക്സ്പീരിയൻസ് ചെയ്യാൻ കൃത്യമായി പറ്റും. ആ ഒരു മൊമെൻറ്റ് ക്ലൈമാക്സിലൊരു വിനീതിൻ്റെയൊക്കെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സിനിമകൾ ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഹോളിവുഡ് ലെവലിൽ നന്നായിട്ട് ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ഹോളിവുഡ് സംവിധാനമായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻറ്റർസ്റ്റെല്ലാറും അതുപോലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ, അതുപോലെ ഉള്ള ഒരു ഗണത്തിലേക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എന്നാലും അതിലേക്കൊക്കെ നമ്മുടെ സിനിമ എത്തുകയാണ്. ഗംഭീരമായിട്ടുള്ള അത്തരത്തിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുത്ത് ആളുകളെ എന്താ പറയുക ചാർജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകളെ അങ്ങനെ ഇരുത്താൻ കഴിയുന്ന ഒരു തരം ഗംഭീര എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സിനിമ കണ്ട റിയൽ എന്താ പറയുക, ഒരു സിനിമ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള അത്തരത്തിലൊരു സ്പിരിറ്റ് ഇതിനകത്ത് കിട്ടും. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഈ ഒരു പടം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നൊരു ഇതൊരു മലയാള സിനിമയ്ക്കൊരു മൈൽ സ്റ്റോണാണ്, ഇതൊരു നാഴികക്കല്ലാണ് സത്യം പറഞ്ഞാൽ. അത്തരത്തിലുള്ള ഇപ്പോൾ ഓരോ ആക്ട്രസ്, മെയിൻ ആക്ടറായിട്ടുള്ള സന്ദീപ് പ്രദീപ് ആയാലും മറ്റ് ആയിട്ടുള്ള വിനീത്, നരയൻ, അതേപോലെ തന്നെ ആക്ട്രസ്സായിട്ട് മെയിൻ ലീഡ് ആക്ട്രസ്സായിട്ടുള്ള ബൈന മൊയ്ൻ എന്ന് പറയുന്ന ആക്ട്രസ്സായാലും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഒരു തരത്തിൽ ഇതിൻ്റെ കാസ്റ്റിന് ഒരു തരത്തിലുമുള്ള താഴേക്ക് പോയിട്ടില്ല. കാസ്റ്റ് ഗംഭീരമാണ്, ഗംഭീര പ്രകടനം, സൂപ്പർ മൂവി, ബെസ്റ്റ് അവർ സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ബെസ്റ്റ് ലെവൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്, പീക്ക് ക്ലൈമാക്സ് ആണ്, ഗംഭീര പടമാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്താണെന്നും ഒരു സിനിമ എന്താണെന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മൊമെൻ്റാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതൊരു വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഏറ്റവും ഗംഭീരമായിട്ട് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ മുൻപും ഇതുപോലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള സിനിമകളല്ല, ഇപ്പോൾ പിൻഗാമി അതുപോലുള്ള ചില സിനിമകൾ, അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ പണ്ടും, ദേവദൂതൻ, ഇത് അത്തരത്തിലൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ വേറൊരു തലം പിടിക്കാൻ മലയാള സിനിമ വേറൊരു തലത്തിലേക്ക് ഉയരുന്ന ഒരു ഘട്ടമാണ്. ഇപ്പം ബ്രഹ്മയുഗം പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ കുറിച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു തലത്തിലേക്ക്, വേറൊരു തലത്തിലേക്ക് ഈ സിനിമ മലയാള സിനിമയിലൊരു ഡെഫിനറ്റ്ലി ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.